അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മുടെ സഹോദരൻ റഹീം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഒരു പെരുന്നാൾ സുദിനത്തിൽ തന്നെ റഹീമിന് നാട്ടിലെത്തിച്ചേരാൻ സാധിച്ചതും അക്കാര്യത്തിൽ റഹീമിൻ്റെ മാതാവിനുമുണ്ടായ സന്തോഷത്തിൻ്റെയും നമുക്ക് പങ്കുചേരാവുന്നതാണ്. കാരണം വധിക്കപ്പെടും എന്നുറപ്പായ ഒരാളെയാണല്ലോ ഇപ്പോൾ അയാളത്തോടു കൂടി തന്നെ നാട്ടിൽ തിരിച്ചെത്തിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ പങ്കെടുത്തവരെ, അതിന് സഹായിച്ചവരെയും ഒക്കെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഏതായാലും റഹീം നാട്ടിൽ തിരിച്ചെത്തി. അത് ഇപ്പോൾ വലിയ ഒരു വാർത്തയാണ് ചാനലുകളിലും യൂട്യൂബുകളിലുമൊക്കെ. റഹീമിനെ എയർപോർട്ടിൽ നിന്ന് വീട് വരെ കൊണ്ടുവരുവാൻ, അകമ്പടി സേവിക്കുവാൻ, അതിൻ്റെ ശേഷം വീട്ടിൽ സന്ദർശകരുടെ ബഹളമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 14 കോടിയോളം രൂപ ഇനിയും ഈ വകയിൽ റഹീമിൻ്റെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടെന്ന് പറയുന്നു. തീർന്നില്ല, ഇനിയും റഹീമിന് വീടെടുത്ത് കൊടുക്കാം, കാറ് വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും സമീപിക്കുന്നതായും അറിയുന്നു. ഈ സന്ദർഭത്തിൽ നമുക്കൊന്ന് ആലോചിക്കുവാനുള്ളത്, എന്താണ് റഹീമിന് ഇത്രമാത്രം വാർത്താപാദനം ലഭിക്കുവാനുണ്ടായ കാരണം? റഹീമിനെ വധിക്കാൻ വിധിച്ചത് ഒരു നിരപരാധി എന്ന നിലയിലായിരുന്നോ? അങ്ങനെ ഒരു നിരപരാധിയായി, അയാൾ അറിയാത്ത ഒരു കേസിൽ കുറ്റവാളിയായി വധിക്കപ്പെടാൻ തീരുമാനിച്ച ഒരാളായിരുന്നു റഹീമെങ്കിൽ അയാൾ തിരിച്ചെത്തിയതിലും അയാളെ മോചിപ്പിക്കുവാൻ പണം കൊടുത്തവർക്കും എല്ലാം അതിൻ്റെ പ്രതിഫലം ലഭിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ റഹീം ഇപ്പോൾ നമ്മളെല്ലാം വല്ലാതെ സന്തോഷിക്കുന്ന, വല്ലാതെ പിന്തുണ നൽകുന്ന ഈ റഹീം അതിന് അർഹനാണോ എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. റഹീമിന് ഇവിടെ നിന്ന് പോയത് അംഗവൈകല്യം ബാധിച്ച ഒരു അറബി പയ്യനെ ശുശ്രൂഷിക്കുവാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ആ പയ്യനെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കുവാനും ഒക്കെയാണ്. നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ പോയ ജോലിയാണ്, അല്ലാതെ അവിടെ ചെന്നതിൻ്റെ ശേഷം ഇങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചതല്ല. നാട്ടിൽ നിന്നപ്പോൾ ഏത് ജോലിയായാലും പോകാമെന്ന നിലയിൽ റഹീമും പോയി അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്കോ പുറത്തേക്കോ കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടിയും റഹീമുമായി ഉടക്കുന്നു. റഹീം പറഞ്ഞതോ ചെയ്തതോ ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുട്ടി റഹീമിനെ തുപ്പുന്നു. ഈ തുപ്പൽ ശരീരത്തിലായപ്പോഴുണ്ടായ കോപം കാരണം റഹീം ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാതെ കുട്ടിയെ ഇവിടെ ഒന്ന് തട്ടുകയായിരുന്നു, അല്ലെങ്കിൽ അടിക്കുകയായിരുന്നു. ഈ അടിയോട് കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം നടത്താനുള്ള യന്ത്രം വേർപെട്ടു പോവുകയും ഈ അറബി പയ്യൻ ആ വണ്ടിയിൽ കിടന്ന് തന്നെ മരണവിപ്രാളം നടത്തുകയും ചെയ്തപ്പോഴും റഹീം ഒന്നും തന്നെ ചെയ്തില്ല എന്നാണ് വാർത്തകളിൽ കാണുന്നത്. കുട്ടി വണ്ടിയിൽ കിടന്നു തന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നിരപരാധി എന്ന നിലയിൽ, കുറ്റവാളിയല്ലാതെ തന്നെ അബദ്ധവശാൽ വന്നുപോയതാണ് എന്ന നിലയിൽ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലേക്കോ കൊണ്ടുപോകുന്നതിന് പകരം റഹീം ചെയ്തത് ഈ കൊലപാതക കേസിൽ നിന്ന് എങ്ങനെ ഊരാൻ കഴിയും എന്ന് ചർച്ച ചെയ്യുവാൻ മറ്റൊരു മലയാളിയുടെ അരികിലേക്ക് ഈ ജനാസയുമായി പോവുകയായിരുന്നു. അവിടെ എത്തി രണ്ടുപേരും കൂടി ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി ഇത് സുഡാനികൾ ആക്രമിച്ചപ്പോഴാണ് കുട്ടി മരിച്ചത് എന്ന ഒരു കഥ ക്രിയേറ്റ് ചെയ്ത് അത് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ പല കാര്യങ്ങളും ഇതേപോലെ പറഞ്ഞൊപ്പിച്ചാൽ തടി സലാമത്താവുന്ന ഒരുപാടുണ്ട്. ഏതു നുണ പറഞ്ഞാലും അത് സ്വീകരിക്കുന്ന, ഏറെക്കുറെ കോടതിയും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ 6ാം നൂറ്റാണ്ടുകാർ ഭരിക്കുന്ന അറബ് രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു സംവിധാനമില്ല. അവിടെ കുറ്റവാളി ആരായാലും ശിക്ഷിക്കപ്പെടും. അത് ഒരു സൗദി പൗരനാണ് ഈ കുറ്റം ചെയ്തതെങ്കിൽ
ആ പൗരൻ്റെ പേരിലും ശിക്ഷയുണ്ടാകും. അത് ഞങ്ങളുടെ പൗരനാണ്, വധിക്കപ്പെട്ടത് ഇന്ത്യയാണ് എന്ന നിലയിൽ ഒരാനുകൂല്യം സൗദി പൗരന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. എങ്കിലും ഈ വ്യാജ അവതരണം അവിടെ പോലീസുകാർ ഇഷ്ടപ്പെട്ടില്ല. അവർ പരിശോധിച്ചപ്പോൾ അവസാനം റഹീം കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇതാണ് റഹീം ചെയ്ത ഏറ്റവും വലിയ കുറ്റം. കുട്ടിയുടെ സ്മാക്കർ തട്ടിത്തെറിപ്പിച്ചതും കുട്ടി മരണക്കാനിടയായതിലും അപ്പുറം ചെയ്ത തെറ്റ് ഈ കുറ്റം ഒളിപ്പിക്കുവാൻ ചെയ്ത തന്ത്രമാണ്. അതാണ് ഈ ശിക്ഷ ഇത്രയും കൂടുതലാകാനുള്ള കാരണവും. നാട്ടിൽ നമ്മൾ എല്ലാവരും അത്യാവശ്യം പ്രമാണിമാരാണ്, ഉസുറുള്ളവരാണ്. ഇവിടെ ആരെയും എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്. ആ മനോഭാവത്തിൽ ഗൾഫിലേക്ക് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ അന്യനാട്ടിൽ പോകുന്നു, പിന്നെ ഈ ഒരു കുട്ടിയെ നോക്കാനൊക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് തിരഞ്ഞെടുക്കുമ്പോഴും പോകുന്നവനും തിരഞ്ഞെടുത്തവരും ഇവനതിന് യോഗ്യനാണോ, ഇവൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ആളാണോ എന്നൊന്നും പരിശോധിച്ചിട്ടുമില്ല. ഏതായാലും ആട്ടിനവനെ പിടിച്ച് നെയ്യാനാക്കിയെന്ന അവസ്ഥയിലാണ് റഹീം അവിടെ ചെന്ന് പെട്ടത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ബോച്ചെ മുന്നിട്ടിറങ്ങി മോചനദ്രവ്യം സ്വരൂപിക്കാൻ തീരുമാനിച്ചു. ബോച്ചെ തന്നെ ആദ്യം 1 കോടി രൂപ നൽകി. പിന്നീട് അതിലേക്ക് പണപ്രവാഹമായിരുന്നു. അങ്ങനെ പണം പ്രവാഹം കഴിഞ്ഞ് അവിടുത്തെ ദിയാപണം കൊടുത്തതിൻ്റെ ശേഷവും ബാക്കിയായി 14 കോടിയോളം ഇപ്പോഴും റഹീമിൻ്റെ അക്കൗണ്ടിലുണ്ട് എന്ന് പറയുന്നു. ഏതായാലും പണം ബാക്കിയുണ്ട് എന്ന് റഹീമിൻ്റെ മാതാവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഈ റഹീമിനെ തിരിച്ചെത്തിയപ്പോൾ എയർപോർട്ട് മുതൽ വീട് വരെ വലിയ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. ഇപ്പോഴും റഹീമിൻ്റെ വീട്ടിലേക്ക് അഭിനന്ദനത്തിൻ്റെ ആളുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഈ റഹീം ചെയ്ത ത്യാഗം എന്ന് ആർക്കും ചിന്തിക്കുന്നില്ല. എന്തോ ഒരു വലിയ ത്യാഗം സഹിച്ചു വന്ന ആളാണ് റഹീം എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ മലയാളികൾ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെയുള്ള ആളുകൾ ഉള്ളത്. ഇത് അത്ര തൃപ്തികരമായ ഒരു കാര്യമല്ല. അബദ്ധവശാൽ വന്നതാണെങ്കിലും ഏതായാലും മോചനദ്രവ്യം നൽകി നാട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. അവിടെ അവസാനിപ്പിക്കേണ്ടതാണ് ഈ ചാപ്റ്റർ. ഇനിയും റഹീമിനെ കാണാനും റഹീമിനെ വീട് വെച്ച് കൊടുക്കാനും കാറ് വാങ്ങിക്കൊടുക്കാനുമുള്ള ഓഫറുകളുമായി അവിടേക്ക് പോകുന്നവർ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇത്തരം പ്രോത്സാഹനങ്ങൾ ഇപ്പോഴും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു നല്ല സന്ദേശമാണ് ഇതെന്ന് പറയാൻ കഴിയില്ല. നിങ്ങളവിടെ പോയി ഇവിടുത്തെ പോലെ ആരെയും തട്ടിക്കോളൂ, ഞങ്ങൾ ദിയാവതം ഞങ്ങൾ ഒഴിപ്പിച്ച് നൽകും, നാട്ടിൽ വന്നാൽ ഞങ്ങൾ വീടെടുത്ത് തരും, കാറെടുത്ത് തരും എന്നുള്ള സന്ദേശം കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് വേണം കരുതാൻ. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു സ്ത്രീ യമനിൽ പോയി ഒരു അറബിയെ ചെറുതായൊന്ന് കൊന്ന് 100-ലേറെ കഷ്ണങ്ങളാക്കി തൊട്ടടുത്ത റെസിഡൻസ് വെള്ളം കുടിക്കുന്ന ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് അവിടെ നിന്ന് മുങ്ങാൻ ഒരുങ്ങുമ്പോൾ അവിടെ വെച്ച് പിടിക്കപ്പെടുകയും ഈ കേസ് തെളിയുകയും ചെയ്തു. അവരിപ്പോൾ വധശിക്ഷയും കാത്ത് കഴിയുകയാണ്. ഈ സ്ത്രീയെയും അവിടെ നിന്ന് മോചിപ്പിക്കുവാൻ ഇവിടുത്തെ ഗ്രാൻഡ് മുഫ്തി അടക്കം ഇടപെട്ടതായി നമ്മൾ കണ്ടു. യമനിലെ ഷെയ്ഖും ഈ ഗ്രാൻഡ് മുഫ്തിയും തമ്മിൽ വലിയ അടുപ്പക്കാരായതുകൊണ്ട് കാന്തപുരം പറഞ്ഞാൽ അവർ വിട്ടയക്കുന്നതിൽ പിന്നെ രണ്ടാമത് വാക്കുണ്ടാവുകയില്ല എന്നൊക്കെ പറയുകയും ഏറെക്കുറെ ഈ നിമിഷപ്രിയ കാന്തപുരത്തിൻ്റെ ഇടപെടൽ കാരണം കേരളത്തിൽ തിരിച്ചെത്തിയ രൂപത്തിൽ കാന്തപുരം വിഭാഗം ആളുകളും അവരുടെ ചാനലുകളും വലിയ പ്രൊപ്പഗൻഡ അതിൽ കൊടുത്തിരുന്നു. എങ്കിലും ഇപ്പോഴും നിമിഷപ്രിയ യമനിൽ തന്നെയാണുള്ളത്. നാളെ വരുമോ എന്നറിയില്ല. ഈ ആളുകളോട് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയും പണം നൽകുന്നവരുണ്ട്, റഹീമിന് വേണ്ടിയും പണം നൽകുന്നവരുണ്ട്. അവരൊക്കെ മോചിതരാകുന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. ഇവരോടൊക്കെ ഒരു വാക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ റഹീം നാട്ടിലെത്തിയപ്പോൾ ആ മാതാവിൻ്റെ സന്തോഷം നമ്മൾ കണ്ടു. ഇതേപോലെ ഒരു മാതാവിൻ്റെ മകനെയാണ് ഈ റഹീം വധിച്ചു കളഞ്ഞത്, അല്ലെങ്കിൽ റഹീം കാരണം മരണപ്പെട്ടത്. ആ സ്ത്രീക്ക് മാനസികാവസ്ഥ നമ്മളാരും ചിന്തിക്കുന്നേയില്ല.
ആ സ്ത്രീ ഒരു കുറ്റവാളി, സ്ത്രീയുടെ മകനും ഒരു കുറ്റവാളിയായിരുന്നു. അങ്ങനെ കുറ്റവാളിയായൊരു മകനെയാണ് റഹീം കൊന്നത് എന്നൊരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. നിമിഷപ്രിയയും അവിടെയുണ്ട്. നിമിഷപ്രിയയും ഇതേപോലെ മോചനം കാത്തു കഴിയുന്നുണ്ട്. താമസിയാതെ ഒരു പക്ഷേ അവരും വന്നേക്കാം. അപ്പോൾ ഏതായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രോത്സാഹനവും പബ്ലിസിറ്റിയും നൽകുന്നത് നമ്മുടെ സഹോദരന്മാർ ഒട്ടേറെ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴുമുണ്ട്. വളരെ ഒരു അന്യരാജ്യത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ അച്ചടക്കം കാരണം, പ്രയാസം കാരണം പലരും പ്രയാസം സഹിക്കുന്നവരാണ്. ഒരു ഒറ്റടിക്ക് കൊല്ലണമെന്ന് തോന്നുന്ന പല മുതലാളിമാരും അറബികളെ കൂട്ടത്തിലുണ്ടായിട്ടും കൊല്ലാതെ വിടുന്നത് അവിടുത്തെ നിയമം ഭയപ്പെട്ടിട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രപഗണ്ഡ നൽകുകയും ഇങ്ങനെ തിരിച്ചെത്തിയവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കാര്യം അത്ര തൃപ്തികരമല്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഒരു ശിഹാബ് ചോറ്റൂർ നടന്ന് ഒരു ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. പോകുമ്പോൾ തന്നെ പല പ്ലാനും ഈ ശിഹാബിനുണ്ടായിരുന്നു. കുറേ ചാനലുകാരെയും ക്യാമറക്കാരെയും ഒക്കെ കൂട്ടിയാണ് ശിഹാബ് പുറപ്പെട്ടത്. അത് വലിയ ഒരു വാർത്തയായിരുന്നു ഈ ചാനലുകളിൽ. അങ്ങനെ ഈ ശിഹാബ് പോയി അവസാനം ഒരു ദിവസം ഞാൻ അള്ളാനെ കണ്ടടാ എന്ന ഒരു ഡയലോഗാണ് കാച്ചിയത്. അതോടുകൂടി മുസ്ലിം വിഭാഗത്തിൽ നല്ല ഒരു ശതമാനം ഈ ശിഹാബ് അള്ളാനെ കണ്ടു എന്ന് തന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. ഈ ശിഹാബ് തിരിച്ചെത്തിയതിന് ശേഷം നാട്ടിൽ കുറച്ചൊക്കെ കറങ്ങി പല സ്ഥലത്തും പ്രാർത്ഥനയും മന്ത്രിച്ചൂതലുമൊക്കെ ആയി നടന്നിരുന്നെങ്കിലും തൽക്കാലം കേരളത്തിന് പുറത്താണ്, ഉത്തരേന്ത്യയിലാണ് നടക്കുന്നത്. നല്ല വരുമാനവും നല്ല പിരിവും അവിടെ നിന്ന് ലഭിക്കുന്നുമുണ്ട്. ഇനി നാളെ ഈ റഹീമിനെയും ഇതേപോലെ വല്ല ഔലിയെയോ മറ്റോ ആക്കി മാറ്റുവാൻ, റഹീമിനെയോ റഹീമിൻ്റെ മാതാവിനെയോ ഒക്കെ വല്ല ഔലിയയുടെ ഗണത്തിൽപ്പെടുത്തി ഒരു പദ്ധതി ക്രിയേറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ മീഡിയകളിൽ കാണുന്ന ഈ പബ്ലിസിറ്റി കാണുമ്പോൾ ഒരുപക്ഷെ നാളെ അതും സംഭവിച്ചേക്കാം. ഇത്തരം കാര്യങ്ങളിൽ ശിഹാബ് ചോറ്റൂരിന് വന്നതുപോലെ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിംകളുടെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഏതായാലും ഒരു ആളെ കൊന്ന് 100 കഷ്ണമാക്കി നിക്ഷേപിച്ച് രക്ഷപ്പെടുത്ത ആളെ തിരിച്ചെത്തിച്ചേ തീരൂ എന്ന് വാശി പിടിക്കുന്നതും, ഈ ഒരു കുട്ടിയെ കൊലപ്പെടുത്താൻ അത് ഇതുപോലെ നിമിഷപ്രിയ ചെയ്ത അത്ര ഗൗരവത്തിലുള്ളതല്ല റഹീം ചെയ്തത് എങ്കിലും തൽക്കാലം ദയാദനം നൽകുവാൻ ഇവിടുന്ന് പണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. റഹീം നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി വിടാവുന്ന ഒരു വിഷയത്തെയാണ് നമ്മളിപ്പോൾ ഞങ്ങൾ വിടുകയില്ല എന്ന അവസ്ഥയിൽ വീണ്ടും വീണ്ടും ഓഫറുകളുമായി റഹീമിനെ സമീപിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എവിടെയോ എന്തോ പിശകുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ.